ഗൈസ്. നമുക്കെല്ലാവർക്കും ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിൽ 2 സ്ഥലങ്ങളുണ്ടായിരുന്നു. ഏകദേശം 2 വർഷങ്ങളായിട്ട് അതിൽ തന്നെ കിടക്കുന്ന 2 സ്ഥലങ്ങൾ, ഇതുവരെ പോകാൻ പറ്റാത്തതായ സ്ഥലങ്ങൾ. നമ്മൾ ഈ ദൂരെ പോകുന്നതിന് മുന്നേ നമ്മൾ അടുത്തുള്ള നമ്മളെ കണ്ണൂരുള്ള സ്ഥലത്ത് പോയിട്ടുള്ള ബാക്കിയുള്ള സ്ഥലത്ത് കൊണ്ടു. അപ്പോൾ നമ്മൾ അങ്ങനെ ഉദ്ദേശിച്ച 2 സ്ഥലമായിരുന്നു. ഒന്ന് മീൻകുന്ന് ക്ലിഫ്, പിന്നെ ഒരു കഫേയാണ്, കഫേ കേസ് എന്ന് പറഞ്ഞിട്ട്. അത് അത്യാവശ്യം നല്ല, എന്താ പറയുക, ഇത് രണ്ടും നമ്മൾ റീല് കണ്ടിട്ട് നല്ല ആംബിയൻസ് ഒക്കെ തോന്നിയിട്ടാണ് നമ്മൾ പോകാനുള്ള പ്ലാൻ ചെയ്തത്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് പോകേണ്ട ഒരു സ്ഥലം എന്ന് പറയുന്നത്, നമ്മൾ ഓല കൊടുത്തിട്ട് ഏകദേശം 1 മന്തിന് മേലെ ബാറ്ററി റീപ്ലേസിന് കൊടുത്തതാണ്, ഡിസ്പ്ലേൻ്റെ ഇഷ്യൂ കൊണ്ട് കൊടുത്തതാണ്. ഇതുവരെയായിട്ട് അവരെ കോൺടാക്റ്റ് ചെയ്യാൻ പോലും പറ്റിയില്ല. അവരെ കോൺടാക്റ്റ് നമ്പർ കോൺടാക്റ്റ് ചെയ്ത് നോക്കുമ്പോൾ സ്വിച്ച് ഓഫ് ആണ് കാണിക്കുന്നത്. അവരിങ്ങോട്ട് കോൺടാക്റ്റ് ചെയ്യുന്ന ഒന്നുമില്ല. അവർ പറഞ്ഞ ടൈം ഏകദേശം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് ആദ്യം പോകുന്നത്. അതിനുശേഷം നമ്മുടെ ഈ സെന്നിൻ്റെ ഗിയർ കൺസോൾ വരുന്നുണ്ട്, നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്നത്. അതിൽ ഏകദേശം ഒരു ബോട്ടിലും അതിലേക്ക് ഫിക്സ് ആവില്ല. അപ്പോൾ എൻ്റെ അടുത്തൊരു മോട്ടിവേഷൻ ബോട്ടിലുണ്ടായിരുന്നു. മോട്ടിവേഷൻ ബോട്ടിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ചെറിയ റേറ്റിന് കിട്ടിയ ബോട്ടിലാണ്. കാരണം എനിക്ക് ബോട്ടിൽ കിട്ടിയത് 199 രൂപക്കായി. 199 രൂപക്ക് 3 ബോട്ടിലാണ് എനിക്ക് കിട്ടിയത്. അതായത് ഈ ഒരു സൈസുള്ളതും ഇതിനേക്കാളും തൊട്ട് വലുതും ഒരു ചെറിയ ബോട്ടിലും ആയിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ കൂത്തുപറമ്പ് പുതിയൊരു സ്റ്റോർ വന്നിട്ട് 4KD സ്റ്റോർ എന്നിട്ട്, അവിടെ ഒരു ഹൈപ്പർ മാർക്കറ്റ് പോലെ തന്നെയാണ്. എല്ലാ വീട്ടിലും വേണ്ട സാധനങ്ങളും എല്ലാം ഉണ്ട്. ഞാൻ വിചാരിച്ചു, എന്താ പറയുക, യൂസ്ഡ് സാധനങ്ങളോ അല്ലെങ്കിൽ പഴയ സാധനങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ അങ്ങനെയൊന്നുമല്ല, ക്വാളിറ്റി കുറവുള്ള ഒന്നുമല്ല, പുതിയ സാധനങ്ങൾ തന്നെ, എല്ലാ സാധനങ്ങളും. ജസ്റ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് കൂത്തുപറമ്പ് സൈഡിലവരൊന്ന് പോയി നോക്കാം കേട്ടോ. ഷർട്ടായാലും ഡ്രസ്സായാലും 5 സ്ലീവ് അങ്ങനത്തെ കാര്യങ്ങൾ, ബോട്ടിൽ അങ്ങനത്തെ വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളുണ്ട്. നോൺ സ്റ്റിക്ക് അങ്ങനത്തെയൊക്കെ ചെറിയ റേറ്റിന് അവർ കൊടുക്കുന്നത്. നമ്മൾ ഏകദേശം MRP വരുന്നത് 1200 1500 MRP വരുന്ന സാധനമൊക്കെ 600 സംതിങ്ങിനൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്തായാലും എന്താ പറയുക, ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും. നോക്കുമ്പോൾ മിൽട്ടൻ്റെയൊക്കെ ഒറിജിനൽ വാറൻറ്റി, 1 ഇയർ വാറൻറ്റി വരുന്ന പ്രോഡക്റ്റ്സാണ്. നിങ്ങൾ അതിലൊന്ന് ജസ്റ്റ് ട്രൈ ആക്കി നോക്കട്ടെ. കൂത്തുപറമ്പ് തലശ്ശേരിയിലെ ഭാഗത്ത് കയറി ഒന്ന് നോക്കി നോക്ക്. അപ്പോൾ ഈ സൈഡ് കാണുന്നതാണ് നമ്മളെ മമ്പറം പാലവും നമ്മളെ മമ്പറം പുഴയും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെക്കാടൻ താറിങ്, ഇത്രയും നേരം താറിങ്ങൊക്കെ കണ്ണൂരിൽ നമ്മൾ ആദ്യമായിട്ട് കണ്ടത് കൂത്തുപറമ്പ് കണ്ണൂർ റോഡാണ് നമ്മൾ കണ്ടത്, തലശ്ശേരിനേക്കാളും മുന്നേ. ബട്ട് ഇപ്പം നോക്കുവാണെങ്കിൽ കൂത്തുപറമ്പ് കണ്ണൂർ റോഡാണ് ഏറ്റവും ചെറിയ ഇടുങ്ങിയ റോഡ് എന്ന് പറയുന്നത്. അത്രയും ബ്ലോക്കാണ് വരുന്നത്. അതിൽ കുറച്ചങ്ങ് സ്ഥലമുള്ള, കുറച്ചൊരു വീതിയുള്ള സ്ഥലം എന്ന് പറഞ്ഞത് ഈ ഒരു മമ്പറം സൈഡിൽ കുറച്ചൊരു ഭാഗം മാത്രമാണ്. ബാക്കി എല്ലാ റോഡും കണക്കാണ്. ഇത് നമ്മളെ പെരളശ്ശേരി സ്കൂൾ കേട്ടോ. ഇത് ഇവളെ പഠിച്ച സ്കൂളായതുകൊണ്ട് ഇങ്ങനെ വേറെ തന്നെ എടുത്തിയാണ് ഇവള്. ബസ്സുകാരെ കൊണ്ട് എത്ര പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇവരിങ്ങനെ തന്നെ ചെയ്തുകൊണ്ട് തന്നെ നിൽക്കും. നമ്മൾ ഈ സ്ഥാനത്ത് നമ്മളൊരു കാറായി ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിറ്റേന്ന് കേസായി വഴക്കായി എന്തെങ്കിലും ആയി. ബസ്സുകാർക്ക് എന്തും ആകുന്നുള്ള അവസ്ഥയാണ് നമ്മുടെ റോഡിലിപ്പോൾ ഉള്ള അവസ്ഥ. കാരണം അവർ തട്ടിയിട്ട് മുട്ടിയിട്ട് പോയാൽ തന്നെ അവർക്കൊരു പ്രശ്നമില്ല. അവർ ജസ്റ്റ് പറയും കേസായിക്കോ പറഞ്ഞാൽ അവർ പോകും. പിന്നെ നമ്മൾ ഇൻഷുറൻസ് ചെയ്തോളാം, നമ്മളാരും നോക്കി നടന്നോളാം. അതുകൊണ്ട് ആ ഒരു സിറ്റുവേഷനിൽ അവർക്ക് എന്തും ചെയ്യാമെന്നുള്ള അവസ്ഥയിൽ തന്നെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇത് അടിച്ചു നോക്കിയിട്ട് ഇതിന്റെ റിവ്യൂ ഞാൻ പറഞ്ഞുതരാം എല്ലാവർക്കും. ഞാൻ പറഞ്ഞുതരാം. എല്ലാരും ഇത് കിടിലാന്ന് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് നോക്കാം ഇത് കിടിലാണോ അതോ ഓവർ റേറ്റഡ് ആണോ. ഗൈസ്, ഇത് സൂപ്പർ പ്രൊഡക്റ്റ് ആണ്. ഇവന് ഇഷ്ടപ്പെടാത്തത് ഇവൻ വെറും പൊട്ടനായോണ്ടാ. ഇത് എല്ലാരും റിവ്യൂ ഇട്ട പോലെ തന്നെ സൂപ്പർ പൊളി. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യേണ്ട ഒരു പ്രൊഡക്റ്റ് ആണ്. ഗേൾസ് ആണ്, ബോയ്സിനെ ഇഷ്ടപ്പെടൂലായിരിക്കും ഇവനെ പോലത്തെ.
അപ്പൊ അതിലൊട്ടിച്ചിട്ട് ഇതായാലും ഒട്ടിച്ച് നോക്കല്ലേ. പറിച്ചെടുക്കും പൈസ കൊടുത്തിട്ട് അടിച്ച് ഇതാ പെയിന്റ് അത്. ഇനി എടുത്തിട്ട് ബുക്കിലാറ്റ് ഒട്ടിച്ചോ. കാലക്കേട് കൊണ്ട് കാണിച്ചെന്നല്ല മോനെ. നമുക്കൊന്ന് ഇല്ലേ വേണ്ടി ഒന്നിക്കാം. അപ്പോൾ എനിക്ക് ഈ ബോട്ടിൽ വാങ്ങിക്കുമ്പോൾ ബോട്ടിലിൻ്റെ ഉള്ളിൽ കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു. കുറച്ച് ടോയ്സിൻ്റെ പോലത്തെ എന്തൊക്കെയോ ഒരു സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് കളയാമെന്ന് വെച്ചിട്ട് വെറുതെ ഞാൻ ഇവൾക്ക് കാണിച്ചു കൊടുത്ത്. അപ്പോൾ ഇവിടെ പറഞ്ഞ് ഇവൾക്ക് വേണമെന്നാണ്. കാരണം ഇവിടെ അടുത്തൊരു സ്ക്രാപ്പ് ബുക്ക് ഉണ്ട്. അപ്പോൾ ഇവിടെ ട്രാവൽ ചെയ്യുമ്പോൾ എല്ലാം എവിടെയും പോയി കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോസൊക്കെ കോപ്പി ചെയ്ത് അതിൽ എന്താ പറയുക പേസ്റ്റ് ചെയ്യാറുണ്ട്. എന്നിട്ട് ഞാൻ വിചാരിച്ച് എന്നാൽ പിന്നെ നല്ല കാര്യമല്ലേ അതിൽ ഒട്ടിച്ചോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ കാണിച്ചു കൊടുത്തു. ഇവിടെ പറഞ്ഞാൽ എനിക്ക് വേണമെന്നാണ്. ഇപ്പം നോക്കുമ്പോൾ ഞാൻ വണ്ടിയിൽ വരുമ്പോൾ എടുത്തിരുന്നു. ഇപ്പം നോക്കുമ്പോൾ കണ്ട ഇതിപ്പോൾ എനിക്ക് തലവേദനയായിട്ടുള്ളത് എല്ലാം എടുത്ത് വണ്ടിയിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് മുന്നേ ഈ വണ്ടിയിൽ ഫുള്ള് ചിത്രമൊക്കെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ ഇതിനെ കൊണ്ട് ഫുള്ളി ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഇവളോട് പറഞ്ഞു ചെയ്യരുന്ന്. കാരണം ഞാൻ ഇത് ഓൾറെഡി റീപെയിൻറ്റ് ചെയ്തത്. ഇനിയിപ്പം പറിച്ചെടുക്കുമ്പോൾ അതടക്കം പോകുമെന്ന് അറിയില്ല. പറഞ്ഞിട്ട് കാര്യമില്ല, ചെയ്ത് കഴിഞ്ഞ് ഇനി എന്ത് ചെയ്യാനാ. Beautiful, right? അന്ന് വെച്ച അതേ സ്ഥലത്തല്ലേ ഉള്ളേ. സൂപ്പർ, തൊട്ടിട്ടില്ല ആരും. ഇവർ ഉദ്ദേശിക്കുന്നത് കാര്യമില്ല ഗൈസ്, ഒരു കാര്യമില്ല. ആയിക്കള് ഫോൺ വരെ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിട്ടാണ്. ഒരു സർവീസ് മാനേജർ ടൂറിന് പോയിട്ടാണ്. എന്നിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെക്കുക. നമ്മൾ 40-50 കിലോമീറ്റർ ദൂരെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ചോദിക്കണം. ഇടാം വണ്ടി ഇതാ വെച്ച പോലെ തന്നെ ഇടാം. അന്ന് എങ്ങനെയാണോ വെച്ച് അങ്ങനെ തന്നെ ഇടയുണ്ട്. ഒരു ഇതുമില്ല, ഒന്നുമില്ല. Let's go, guys. ഇറസ്പോൺസിബിൾ ഓല കസ്റ്റമർ ഓല സർവീസ് സെന്റർ. എത്ര ആളാ ആയിട്ടുണ്ടെങ്കിൽ അതും കൂടി ശരിയാക്കാം. ഞാൻ ചാർജിങ് ബാറ്ററി ഫുള്ള് ഇറങ്ങി 0 ആയി ബാറ്ററി. എന്നിട്ട് ക്രിട്ടിക്കൽ ബാറ്ററി ഇഷ്യൂ എന്ന് കാണിച്ചത്.
അപ്പോൾ ഫൈനലി നമ്മൾ ലൊക്കേഷനിലെത്തിയിട്ടുണ്ട്. ലൊക്കേഷൻ നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കി വഴി വെച്ച് വന്ന് ഇതിൻ്റെ എൻഡിലെത്തിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് അങ്ങോട്ടേക്ക് പോകുമ്പോൾ കടലെല്ലാം കാണുന്നുണ്ട്. അതിൻ്റെ മെയിൻ സ്പോട്ട് എവിടെയാണെന്ന് അറിയില്ല. അപ്പോൾ അങ്ങോട്ടേക്ക് പോയി നോക്കണം. കുറച്ചും കൂടി അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് ബൈക്കൊക്കെ നിർത്തി കാണുന്നുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചത് ബൈക്ക് നിർത്തിയത് ഏതെങ്കിലും ആൾക്കാർ കാണാൻ വന്നതായിരിക്കുന്നു. പിന്നെ മനസ്സിലായി അത് താഴെ മീൻ പിടിക്കാനായിട്ട് ആൾക്കാർ വന്ന് ഇറങ്ങുന്നത് കേട്ടോ. ഇവിടെ തന്നെ ആൾക്കാരാണ്. അപ്പോൾ ഇവർ നമ്മളോട് ആദ്യം സംസാരിച്ച് ഇവർ പറഞ്ഞ് അധികം അടുത്തോട്ട് അങ്ങോട്ട് പോകേണ്ട, അവിടെയെല്ലാം ചിലപ്പോൾ ഇടിഞ്ഞ് വീഴാൻ സാധ്യതയുണ്ട് എന്നെല്ലാം പറഞ്ഞ്. അപ്പോൾ നമ്മൾ വിചാരിച്ച് ഇതിൻ്റെ എൻഡ് കാണണമല്ലോ, അങ്ങോട്ടേക്ക് പോകാമെന്ന് വെച്ച് കുറച്ചും കൂടി ദൂരം പോകാമെന്ന് വെച്ച്. അങ്ങനെ റോഡൊന്നുമില്ല, വഴി നോക്കുമ്പോൾ നല്ല ഇടുങ്ങിയ വഴിയാണ്. പിന്നെ നമ്മൾ ജെന്നായതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലോട്ടെല്ലാം പോകും. ബട്ട് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് സ്ക്രാച്ച് ആയിരിക്കും. ഒന്നാമത് ബ്ലാക്ക് ആയതുകൊണ്ട് റീപെയിൻറ്റ് കൂടി ആയതുകൊണ്ട് നല്ല രീതിക്ക് സ്ക്രാച്ച് ചെയ്യും. പിന്നെ ഇങ്ങനത്തെ ചപ്പും മുള്ളും ഒക്കെ ഇതിൻ്റെ ഇടയിലോട്ട് ഉണ്ടാകുമ്പോൾ നല്ല രീതിക്ക് പണി കിട്ടും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു കാറിൻ്റെ മ്യൂസിക് സിസ്റ്റത്തിൽ പാട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് വ്ളോഗിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ വ്ളോഗ് ഇട്ടിട്ട് പണി കിട്ടിയിട്ടാണ്. അതുകൊണ്ട് ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനുള്ളൊരു ബുദ്ധിമുട്ടും ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ അടുത്ത വ്ളോഗിൽ റെക്ടിഫൈ ചെയ്യാൻ പോകുന്നതാണ്. അപ്പോൾ ഇപ്രാവശ്യം ഒന്ന് ക്ഷമിക്കുക. ഈ വ്ളോഗ് ഇട്ടപ്പോൾ നല്ല രീതിക്ക് പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ആലോചിച്ചില്ല, നമ്മളെ ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂ വരും, സോങ്സൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ എൻ്റെ സോങ്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ ചിന്തിച്ചത് നമ്മളെ കാറിൽ വെച്ച മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ നല്ല രീതിക്ക് പണി കിട്ടി. കാരണം ഞാൻ ഇത്രയും എഫേർട്ട് എടുത്ത് ഈ ഒരു വ്ളോഗ് എഡിറ്റ് ചെയ്ത്, കാരണം വെച്ചാൽ 30 മിനിറ്റിന് മേലെ ഉണ്ട്. ഈ ഒരു വ്ളോഗ് എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്കിന് ടൈം എടുത്ത് എക്സ്പോർട്ട് ചെയ്യാൻ അത്രയും ടൈം എടുത്ത് എക്സ്പോർട്ട് ചെയ്ത് അത്യാവശ്യം നല്ല ഏതൊരു വീഡിയോനേക്കാളും നല്ല റീച്ച് ചെയ്തൊരു വീഡിയോ ആയിരുന്നു. പിന്നെയാണ് എനിക്ക് മെയിൽ വന്നത് കോപ്പിറൈറ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞ്. അപ്പോൾ മൊത്തം റീസെറ്റ് ചെയ്യേണ്ടിവരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് വോയിസ് ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ ഇടുന്നത്. വേറെ വഴിയൊന്നുമില്ല ഇപ്പോൾ. കാരണം നമ്മളെ അല്ലെങ്കിൽ ഈ വോയിസ് ഓവർ ഇങ്ങനെ കയറ്റിക്കൊണ്ട് നിൽക്കേണ്ടി വരും. അതാ കാറ് വന്ന്. ഞാൻ വിളിച്ച് ഇങ്ങോട്ട് കാറ് വരൂലാന്ന് ഗൈസ്. എനിക്കറിയില്ല. നോക്കണ്ട. എന്നാ എടേ നമ്മള് വന്ന സ്ഥലം മാറിപ്പോയി. ആന്നത് അങ്ങൊരു സാധനം എവിടെയാ ശരിക്കും? മീൻകുന്ന് ക്ലിപ്പ് മതിയാ.
പറ്റിച്ചില്ലേ? ഇതിങ്ങനെയൊന്നല്ല. എൻ്റെ വീട്ടിൽ നിന്ന് എങ്ങനെ പോകുന്നു? ഇതാ അല്ല ചളിയല്ല. എങ്ങനെയാടാ ആ വലിയ വണ്ടിയിലോട്ട് വന്നേ? അടുത്ത നോക്കിയാ തട്ടുവാ ഇല്ലാന്നെങ്ങനെ ഇനി പറയാ? വളഞ്ഞിങ്ങനെ പോവും. തട്ടുവാ അതിനുശേഷം നമ്മൾ അത് കഴിഞ്ഞിട്ട് റിട്ടേൺ പോകുമ്പോൾ ചെറുതായിട്ടൊരു പണിപാളി. കാരണം ഇങ്ങോട്ടേക്ക് വരാൻ കാറിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ചെറിയ വണ്ടിയാണ്. ഞാൻ എങ്ങനെയാണ് ക്രെറ്റ ഉള്ളിലേക്ക്, ക്രെറ്റയല്ല ബ്രസയാന്ന് തോന്നുന്നു, ഉള്ളിലേക്ക് കയറിയെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചു. കാരണം ഈ ഒരു വഴിയിലേക്ക് ചെരിഞ്ഞ് പോകുമ്പോൾ നമ്മുടെ വണ്ടീൻ്റെ സൈഡ് സ്പ്ലിറ്റർ അങ്ങ് തട്ടി. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എയറിലാണ് ഉള്ളത്, റോഡില്ല, ഇങ്ങനെ വെറും കമ്പി ഇട്ടിട്ടുള്ള എയറിൽ. ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വണ്ടി നേരെ താഴെ ഉണ്ടാവുക. അപ്പോൾ നോക്കുമ്പോൾ നമ്മളെ വണ്ടി ചെറുങ്ങനെ തട്ടി സ്പ്ലിറ്റർ ഇങ്ങനെ പൊട്ടിയിട്ടുമുണ്ട്. അങ്ങനെ ആ പണിയെല്ലാം കഴിഞ്ഞ് കുറച്ച് കറുപ്പ് പെയിന്റ് അടിച്ചാളാം. മൈ ഗോഡ്, സൺസ്ക്രീൻ ഒന്നും ഇട്ടിട്ടില്ല. ഞാൻ നിന്നെ കൊണ്ടല്ലോ സൈഡ് ഓടിപ്പിച്ചാൽ. ഞാൻ പറഞ്ഞല്ലേ എന്നോട് എന്റെ ഇത് തട്ടുവോന്ന്. തട്ടുവോന്നാ? ആ തട്ടുവോന്ന്. അവിടെ ഇതെല്ലാം കൂടി വെട്ടി തെളിച്ചതായി. അതാ നമുക്ക് അവിടെ പോണം. വെയിലത്ത് നോക്കുന്ന പോലെ അല്ല, കണ്ണിങ്ങനെ ബ്രൈറ്റ് ആയിട്ട്. അങ്ങനെ ഒന്നാമത്തെ അറ്റംപ്റ്റായ ഓലയുടെ കാര്യം പണി കിട്ടി, മൂഞ്ചി. രണ്ടാമത്തെ അറ്റംപ്റ്റ് മീൻകുന്ന് ക്ലിഫ്, അവിടുത്തെ കാര്യം ഒരു തീരുമാനമായിട്ടുണ്ട്. കാരണം ഈ റീല് കണ്ട പോലെ ഒന്നുമില്ല അവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി വേറെ എവിടെയെങ്കിലും ഉണ്ടോയെന്നറിയില്ല. നമ്മൾ മാപ്പിട്ട് പോയിട്ട് എത്തിയ ലൊക്കേഷനാണിത്. അവിടെ ഇപ്പോൾ ഒന്നുമില്ല, വെറുതെ റീലിങ്ങനെ ഹൈപ്പ് കൊടുക്കുന്ന കുറേ സ്ഥലങ്ങളാണ്. ഇനിയിപ്പോൾ ലാസ്റ്റ് സ്പോട്ടായ അടുത്തൊരു കഫേ കൂടി ഉണ്ട്, അതുകൂടി അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ തീരുമാനമായി ഇന്നത്തെ കാര്യത്തിൽ. കാല് തളരുന്ന് മുമ്പിലടക്ക. അങ്ങനെ കഫേയിലെത്തിയിട്ടുണ്ട്. കഫേയിലെത്തിയ ഇവർ പറഞ്ഞ് ഒരു 200 റുപ്പീസിൻ്റെ ഒരു കൂപ്പൺ മുറിക്കണം 2 പേർക്ക്. എന്തോ കവറേജ് കൂപ്പൺ അങ്ങനെന്തോ പറഞ്ഞിട്ടാണ് മുറിച്ചത്. എന്തിനാ അറിയില്ല, കഫേയിലേക്ക് കയറാനുള്ളതാണെന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ 200 റുപ്പീസിനൊക്കെ ഉള്ളതുണ്ടോ എന്ന് ഞാൻ പറഞ്ഞു കേട്ടാ. ബാക്കിയുള്ള കാര്യങ്ങൾ കണ്ടോ. എന്നാ
പിന്നെ കയറണ്ടേനു ഇത് എനിക്കറിയെങ്കിൽ. കാണിച്ച 2 മണിക്കൂറൊക്കെ ഇരുന്നു. ഇതിനുള്ളില അല്ല അങ്ങോട്ടാടാ, അതാ അങ്ങ് ഇറങ്ങണം. അങ്ങോട്ടാദ്യം നിൽക്ക്. ഓ ഇവിടുന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ട് ഇവരെല്ലാം. നടന്നോ, ഞാനെടുക്കാം. വേണ്ട, ഞാനെടുക്കും. അനക്കെടുക്കണം, അനക്കെടുക്കണം. അവിടെ ഇരിക്കുക, ഞാനൊരു ഫോട്ടോ എടുത്തരാം. വലിയ രസമൊന്നുമില്ല. നടന്നോ. Entry to Cafe Case. Cafe Case. Okay. Usage of എവിടെയാണ് ഇതിൻ്റെ സെറ്റപ്പ്? മേലെയാന്ന് തോന്നുന്നല്ലേ? അവിടെ റൂമായിരിക്കും. അവിടെ ഷവർ ആൻഡ് ടോയ്ലറ്റാ? ഫുഡൊന്നുമില്ല ഇവിടെ. ഫുഡില്ലല്ലോ. ശരി. അവിടെ വിളിച്ച് ഓറെ വിളിക്ക്. അപ്പോൾ കാഫേ റീലിലൊക്കെ കണ്ടാൽ നല്ല ആംബിയൻസും വെറൈറ്റി ആയിട്ടുള്ള സ്ഥലത്തും നല്ല കടലിൻ്റെ സൈഡിലും എല്ലാം ഉണ്ട്. ഓക്കെയാണ്, ഒരു കുഴപ്പമില്ല. നമ്മുടെ മെയിൻ ഉദ്ദേശം ഫുഡ് സ്പോട്ടാണ്, ഫുഡ് കഴിക്കാനാണ്. ബട്ട് ആദ്യമേ പറഞ്ഞേക്കാം, ഈ റീലിൽ കാണുന്ന പോലെ ഉച്ചക്ക് വിശന്നിരുന്ന് പോയിട്ട് അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ നിന്നാൽ ഒന്നും ആവില്ല. നമ്മളവിടെ പോയിട്ട് അവരുടെ മെനു നോക്കിയപ്പോൾ കുറച്ച് ഐറ്റംസാണ് അവിടെ ഉള്ളത്. പക്ഷേ എങ്കിൽ ഭയങ്കര ഓവർ റേറ്റഡ് ആയിട്ടാണ് തോന്നിയത്. അത്രയും സ്റ്റാൻഡേർഡായിട്ട് കീപ്പ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ബട്ട് സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതെല്ലാം അവിടെ റൂംസൊക്കെ അവൈലബിൾ ആണ്, അത് എടുത്തവർക്കാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് റേറ്റ് നോക്കിയപ്പോൾ ഒരു സാൻഡ്വിച്ചിൻ്റെ റേറ്റ് 220, അതേപോലെ തന്നെ ഒരു ഫ്രഷ് ലൈമിൻ്റെ റേറ്റ് 140, 120 ആ റേഞ്ച്, ഒരു കോഫിയുടെ റേറ്റ് 200+ ഒക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കെന്തായാലും വേറെ എന്താ പറയുക, ഉച്ചക്ക് കഴിക്കാൻ പറ്റിയ വിശപ്പ് മാറ്റാൻ പറ്റിയ സാധനങ്ങളൊന്നും അവിടെ കണ്ടില്ല. പിന്നെ അവിടെ നിന്ന് എങ്ങനെ ഇറങ്ങണം എന്നുള്ള മടിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ
പിന്നെ വെറുതെ ജസ്റ്റ് പോയിട്ട് ഞാൻ ഷവർമ്മ ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അത് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതൊന്നും ഇല്ല ഇവിടെ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളതും കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, നമ്മൾ നേരെ പുറത്ത് ഫുഡ് കഴിക്കുമ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. ഏകദേശം 2:30 ആ ടൈമിലാണ് നമ്മളവിടെ കയറിയത്. അപ്പോൾ നല്ല വിശപ്പുള്ളതുകൊണ്ട് തന്നെ വേറെ ഏതെങ്കിലും ഫുഡ് സ്പോട്ട് വരുതി പോകാമെന്ന് വെച്ചിട്ട് പുറത്തേക്ക് പോകാൻ പോകുന്നതാണ്. അപ്പോൾ പുറത്തേക്ക് പോകുമ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. അപ്പോൾ ഇവിടെ ഒരു കഫേ മാത്രമല്ല, ഇവിടെ വെഡ്ഡിങ്ങിൻ്റെ റിസപ്ഷൻ കാര്യങ്ങൾ, ഒരു ചെറിയ രീതിക്കുള്ള പരിപാടി നടത്താനുള്ള ഒരു സെറ്റപ്പ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇത് സ്ഥലം വരുന്ന നമ്മുടെ മിലിറ്ററി ക്യാൻറ്റീൻ്റെ ആ ഒരു റോഡാന്ന് തോന്നുന്നു. നമ്മുടെ SM പാർക്കിൽ നിന്ന് നമ്മൾ സിറ്റിയിലേക്ക് പോകുമ്പോൾ ഒരു സർക്കിൾ പോലത്തെ ലെഫ്റ്റിലേക്ക് എടുക്കും. അത് ലെഫ്റ്റ് എടുക്കാണ്ട് സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ ആണ് ഈ ഒരു സ്ഥലത്തേക്ക് എത്തുന്നത്. ഇത് വേറെ തന്നെ ഉള്ളിലോട്ടുള്ള സ്ഥലം, അധികം ആൾക്കാർക്കൊന്നും അറിയില്ലായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി നോക്ക്, എന്നിട്ട് അഭിപ്രായം പറ. ആംബിയൻസ് പിന്നെ പൊട്ടനുമായി ഇത് കൊടുത്തിട്ട് ഇത് കൊടുത്തിട്ട് ബാക്കി പറയാൻ കിട്ടുന്നില്ല. ഇത് കൊടുത്തിട്ട് ഈ റേറ്റിന് കഴിക്കാം. ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബാക്കി കൊടുത്താൽ മതി. കവർ ചാർജസ് എവിടെ എന്നാ ഞാനെങ്ങനെ കയറുക എനക്കറിയില്ലേ. ഇനി എന്തെങ്കിലും ഓറോടി മറ്റേ ചെന ആക്കി തരാൻ പറ. എന്താ പറയുക, ഇപ്പം നമ്മൾ പാർസൽ കുടിക്കൂലേ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇവർ നമ്മളോട് കയറുമ്പോൾ ഈ ഒരു കാര്യമൊന്നും പറയാനില്ല കേട്ടോ. ഈ ഒരു പൈസ എന്താ പറയുക, ഈ ഒരു കൂപ്പൺ മുറിക്കുന്നത് ഈ ഒരു ഫുഡ് കഴിക്കാം ഈ റേറ്റിനൊന്നും പറയാനില്ല കേട്ടോ. ഇവരൊരു എന്തോ കവർ ചാർജ് എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഇത് മേടിക്കുന്നത്. അപ്പോൾ അറിയാത്തവർ ജസ്റ്റ് പോവും. ഇവിടെ ചിലപ്പം കഫേയിലേക്ക് കയറില്ല, കഫേയിലേക്കുള്ള എൻട്രി ഫീ ആണെന്ന് ചോദിച്ചിട്ട് നേരെ കയറും, ജസ്റ്റ് ഇറങ്ങും. അപ്പോൾ ഇവർക്ക് അത്രയും ലാഭമാണ്. നമ്മൾ അവിടെ കയറിയിട്ട് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യാൻ നോക്കുമ്പോൾ ഈ ഒരു സാധനം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ കൂപ്പൺ എടുത്തിട്ട് മാത്രമേ എന്തായാലും ഉള്ളിലേക്ക് കയറാൻ പറ്റും. എന്നാൽ പോലും അവർ ഈ കാര്യങ്ങളൊന്നും നമ്മളോട് പറയുന്നില്ല. ഈ ഒരു 200 റുപ്പീസ് എന്തായാലും കൂപ്പൺ എടുക്കുന്ന, പിന്നെ അവർക്ക് പറയേണ്ട മാന്യത കൂടി അവർക്കുണ്ട്. അവരിതൊന്നും പറയാനില്ല, കാരണം അവർക്ക് 200 റുപ്പീസ് അവിടെ ലാഭമായി. ഒന്നാമത് ഇവിടെ കയറി കഴിഞ്ഞാൽ ഒരു ഫുഡ് കഴിച്ചിട്ടില്ല, അവർക്ക് 200 റുപ്പീസ് അറിയാത്തവർക്ക് ലാഭമായി. അപ്പോൾ എന്തായാലും കഴിച്ചിട്ടേ വരാൻ പറ്റൂ, കാരണം ഈ ഒരു സാധനം മുറിച്ചതുകൊണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ട്രിക്കും കൂടി ഇവരുടെ കാര്യത്തിലുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇവിടത്തേക്ക് പോകുമ്പോൾ ഇതെല്ലാം ഒന്ന് ശ്രദ്ധിക്കട്ടെ. ഈ റീലൊക്കെ കണ്ടിട്ട് ഇവിടുത്തെ ആംബിയൻസ് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ആരും ഇതിലേക്ക് ചർച്ച ചെയ്യുന്നില്ല. അപ്പോൾ ഇതെല്ലാം ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലത്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞ് അപ്പോൾ അടുത്ത ഫുഡിൻ്റെ കാര്യം പറഞ്ഞുതരാം. നമ്മൾ ഓർഡർ ചെയ്ത ആകെ സാധനം ഒരു സാൻഡ്വിച്ചാണ്, എന്തോ ട്രിപ്പിൾ സാൻഡ്വിച്ചോ അങ്ങനത്തെ സാൻഡ്വിച്ച് നമ്മൾ ഓർഡർ ചെയ്തത്. അത് ഓർഡർ ചെയ്തിട്ട് നമ്മൾ ഏകദേശം 2:45 ഓർഡർ ചെയ്ത് 2:45 ഓർഡർ ചെയ്തിട്ട് സത്യം പറഞ്ഞാൽ വിശന്ന് വലഞ്ഞിട്ട് അത്രയ്ക്ക് ഇതായിട്ട് ഇവിടത്തേക്ക് പോയത്. ഓർഡർ ചെയ്തിട്ട് നമുക്ക് ഈ സാധനം കിട്ടുന്നത് ഏകദേശം 4 മണിയാകുമ്പോഴാണ്. നിങ്ങൾ ആലോചിക്കേണ്ടത് ഇവിടെ ആകെ വന്ന ആൾക്കാരെന്ന് വെച്ചാൽ 3 പേരാണ്. അതായത് 3 ഫാമിലി, നമ്മളടക്കം 3 ഫാമിലി. അവർ 2 പേരും പോയി കഴിഞ്ഞ് നമുക്ക് മാത്രം ഒറ്റൊരു സാൻഡ്വിച്ച് നമ്മൾ ഓർഡർ ചെയ്ത് ആ സാൻഡ്വിച്ച് എത്താനുള്ള ടൈം നമ്മൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ബ്രെഡ് ടോസ്റ്റർ കംപ്ലൈൻ്റ് ആയിട്ടുള്ളത് അത് ഇതൊക്കെ പറഞ്ഞു, അതുകൊണ്ടാണ് ലേറ്റാന്ന് പറഞ്ഞു. നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഇത് വേറെ ഒന്നും നമ്മൾ ഓർഡർ ചെയ്തിട്ടില്ല, ബാക്കി എല്ലാവർക്കും ഇത്ര ടൈമാകുന്നുണ്ട്. അക്കാര്യത്തിൽ ഭയങ്കരമായിട്ട് എന്താ പറയുക ബാഡ് അടിച്ചു കേട്ടോ. കാരണം അത്രയും വിശന്നിട്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ വിശന്ന് വലഞ്ഞ് വന്നിട്ട് ഇങ്ങോട്ടേക്ക് കയറേണ്ട ആവശ്യമില്ല. ബാക്കി നിങ്ങൾക്ക് റെസ്റ്റോറൻറ്റ് കാര്യങ്ങൾ ട്രൈ ചെയ്യുന്ന ഏറ്റവും നല്ലത്. ഇവിടെ കയറി കഴിഞ്ഞാൽ കാര്യമില്ല. അതിനുശേഷം ഫുഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. നല്ല എന്താ പറയുക, ഇത്രയും ടൈം എടുത്ത് ഇവർ കുക്ക് ചെയ്ത സാധനം അത്രയും തണുത്ത് ഐസായ പോലത്തെ സാധനമാണ് കിട്ടിയത്. അതിൻ്റെ ഉള്ളിൽ ഇത്രയും റേറ്റ് കൊടുത്ത് ഈ ഒരു ഐറ്റത്തിന്, ഞാൻ ഇപ്പോൾ കാണിച്ച ഐറ്റത്തിൻ്റെ റേറ്റ് പറയാൻ 260 റുപ്പീസാണ്. 260 റുപ്പീസിന് അതിൻ്റെ ഉള്ളിൽ എന്നാ ഉള്ളതെന്ന് എനിക്ക് പോലും അറിയില്ല കേട്ടോ. പിന്നെ വിശപ്പ് കൊണ്ട് കഴിച്ചു പോയി എന്നല്ലാണ്ട് വേറെ ഒന്നും ഇല്ല കേട്ടോ. അതുപോലെ ഈ റീലും കണ്ട് വരുന്നതൊക്കെ ഇതെല്ലാം ഒന്ന് സൂക്ഷിച്ചാൽ നല്ല. അങ്ങനെ 3ാമത്തെ അറ്റംപ്റ്റും പാളിയിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു അറ്റംപ്റ്റ് പാളിയതിന് ശേഷം അടുത്തൊരു വലിയ പാളിച്ചയാണ് എൻ്റെ ടയർ പൊട്ടിയിട്ടുണ്ട്. ഏകദേശം 6000 രൂപയുടെ ടയറാണ്. ആകെ 1000 കിലോമീറ്റർ ഓടിയത്. ഈ ടയർ പൊട്ടിയിട്ടുണ്ട്. ടയർ വെറുതെ പൊട്ടിയല്ല, പഞ്ചറായതൊന്നുമില്ല, സൈഡ് കോളാണ് പൊട്ടിയത്. ചെറിയൊരു ഗട്ടറിൽ ഇറങ്ങിപ്പോയത്. അപ്പോൾ ലോ പ്രൊഫൈലിൽ യൂസ് ചെയ്യുന്നവരൊന്ന് ശ്രദ്ധിച്ചു കേട്ടോ. ഈ ഒരു മഴക്കാലത്ത് കുഴിയെല്ലാം ഉണ്ടാവും. നടു റോട്ടിലില്ലാന്ന് കണ്ണൂർ ടൗണിൽ കുഴിയുള്ളത്. അപ്പോൾ ശ്രദ്ധിച്ചോ. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.